ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. IPL കിരീടം നേടാൻ യോഗ്യതയുള്ള ടീം തന്നെയാണ് കപ്പടിച്ചത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കിരീടം നേടാൻ തുടക്കം മുതൽ മികച്ച ക്രിക്കറ്റാണ് കാഴ്ചവെച്ചത്. ക്രിക്കറ്റ് ആരാധകർ ഏറെയുള്ള ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും രാജസ്ഥാൻ റോയൽസും മുംബൈ ഇന്ത്യൻസും എല്ലാ മികച്ച ടീമുകളും പ്ലേ ഓഫിന് മുൻപും പുറത്തായിരുന്നു. ടീം ആദ്യം മുതലേ ഒത്തിണക്കത്തോടെ കളിച്ച ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. മറ്റു പല ടീമുകളെയും പോലെ ഒരു താരത്തെ തന്നെ അമിതമായി ആശ്രയിക്കുന്ന ഒരു ടീമല്ല. ടീം ഒന്നടങ്കം പെർഫോം ചെയ്യുന്ന കാഴ്ചയായിരുന്നു ആദ്യ മാച്ച് മുതൽ കണ്ടത്. ഗൗതം ഗംഭീറിൻ്റെ തിരിച്ചറിവാണ് ടീമിൻ്റെ തലവര തന്നെ മാറ്റിമറിച്ചതെന്ന് വേണം പറയാം. അതൊരു സർപ്രൈസ് നീക്കമായിരുന്നു. ഇത് ടീമിൻ്റെ തലവര തന്നെ മാറ്റിയിരിക്കും. ഈ സീസണിൻ്റെ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പ് താരം നടത്തിയ ചെറിയൊരു സ്പീച്ച് ഇങ്ങനെയാണ്: ജൂനിയർ എന്നോ സീനിയർ എന്നോ വ്യത്യാസമില്ല, ഡൊമസ്റ്റിക് എന്നോ ഇൻ്റർനാഷണൽ എന്നോ വ്യത്യാസമില്ല. ഒരു കാര്യം മാത്രം, IPL ജയിക്കുക എന്ന് മാത്രമാണ് താരം പറഞ്ഞത്. മെയ് 26-ന് നമ്മുടെ ടീം അവിടെ ഫൈനലിൽ കളിക്കാനുണ്ടാകണം എന്ന് മാത്രമാണ് ആ താരം പറഞ്ഞത്. അത് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് കൊൽക്കത്ത താരങ്ങൾ. മുഖ്യ ഉപദേശകന്റെ റോളിലെത്തിയ താരം നൽകിയ പ്രചോദനവും ഉപദേശവുമാണ് ടീമിന് ആവശ്യമായിരുന്നത്. താരങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ കളത്തിൽ നടപ്പിലാക്കി. രണ്ടാമത്തെ താരം കൊൽക്കത്ത സ്വന്തമാക്കിയ മിച്ചൽ സ്റ്റാർക്കാണ്. തുടക്കത്തിൽ എന്തിന് 24 കോടി കൊടുത്തു എന്ന് ചോദിക്കുന്ന ആരാധകരുണ്ടായി. എന്നാൽ ഗംഭീറിനും കൊൽക്കത്ത മാനേജ്മെന്റിനും മാത്രം അറിയാവുന്ന വലിയൊരു രഹസ്യമായിരുന്നു വലിയ മാച്ചിലെ മാച്ച് വിന്നിംഗ് പെർഫോമറാണ് മിച്ചൽ സ്റ്റാർക്ക്. അത് താരം കളത്തിൽ നടപ്പിലാക്കുക തന്നെ ചെയ്തു. ഫൈനലിലെ ആദ്യ ഓവറിൽ തന്നെ പ്രഹരം തുടങ്ങിയ താരം മികച്ച ബോളിംഗ് ആണ് കാഴ്ചവെച്ചത്. ഈ സീസണിലെ തുടക്കം മോശമായിരുന്നു എങ്കിലും വേണ്ട സാഹചര്യത്തിൽ തൻ്റെ പെർഫോമൻസ് കൊണ്ട് ടീമിനെ വിജയത്തിലെത്തിച്ചിട്ടുണ്ട്. കൂടാതെ ഫൈനലിലും ക്വാളിഫയറിലുമെല്ലാം മികച്ച പെർഫോമൻസ് ആണ് താരം കാഴ്ചവെച്ചത്. മിച്ചൽ സ്റ്റാർക്ക് എന്തുകൊണ്ടും ഒരു മാച്ച് വിന്നിംഗ് പെർഫോമറാണ് എന്ന് ഗൗതം ഗംഭീറിന് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് താരം 24 കോടി കൊടുത്ത് താരത്തെ സ്വന്തമാക്കിയത്. കൂടാതെ സുനിൽ നരേനെ വർഷങ്ങൾക്ക് ശേഷം താരം ഓപ്പണറായി മാറ്റി. അത് ഭംഗിയായി നിർവഹിച്ച താരം 488 റൺസാണ് താരം വാരിക്കൂട്ടിയത്. ഓപ്പണിംഗ് നന്നായാൽ ആ ടീം വിജയവഴിയിലാണ്. ഈ വിജയത്തിനെല്ലാം പിന്നിൽ മികച്ചൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടുണ്ടായിരുന്നു. സുനിൽ നരേനും ഫിൽ സോൾട്ടും. താരങ്ങളുടെ മികച്ച ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പാണ് മികച്ച വിജയങ്ങൾ ടീമിന് നേടിക്കൊടുത്തത്. കൂടാതെ ശ്രേയസ് അയ്യരുടെ മികച്ച ക്യാപ്റ്റൻസിയും എടുത്തു പറയേണ്ടതാണ്. താരം മികച്ച ക്യാപ്റ്റൻസിയാണ് ഈ സീസണിലുടനീളം കാഴ്ചവെച്ചത്. കൂടാതെ ഹർഷിത് റാണയും ആന്ദ്രേ റസലും വെങ്കടേഷ് അയ്യരും വരുൺ ചക്രവർത്തിയുമെല്ലാം മികച്ച പെർഫോമൻസാണ് ഈ സീസണിലുടനീളം കാഴ്ചവെച്ചത്. ഇത് കൊൽക്കത്തയെ ഒരു മാച്ച് വിന്നിംഗ് ടീമാക്കി മാറ്റി. ഇതാണ് ഈ സീസണിൽ കൊൽക്കത്തയ്ക്ക് ഉണ്ടായ മാറ്റം. ഈ ഒരു മാറ്റം ഉണ്ടാകാൻ ഉള്ള കാരണക്കാരൻ ഗൗതം ഗംഭീർ തന്നെയാണ്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.